ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഒരു ടോപ്പ് കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ കരുതി ഞാനിത് ഇന്നോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുന്നേ ചെയ്തതാണ്. അല്ല, കഴിഞ്ഞ മാസം 2-ാം തീയതി ഞാൻ ഓർഡർ കൊടുത്തതാണ്. നമ്മൾ പൈസ അന്നേരം തന്നെ 445 രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ്. പക്ഷേ നമ്മളിതങ്ങ് വിട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 2 ദിവസം മുന്നേ ഞങ്ങളിങ്ങനെ ഗൂഗിൾ പേയുടെ ഇതെടുത്ത് നോക്കുമ്പോൾ ഒരു 445 രൂപയുടെ എമൗണ്ട് പോയേക്കുന്നത്. അങ്ങനെ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ എടുത്ത് നോക്കിയപ്പോൾ ഒരു ടോപ്പാണ്. നമ്മൾ നോക്കിയപ്പോഴത്തേന് ആ ടോപ്പ് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഞങ്ങളങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ്, ആദ്യം അവരെ കോണ്ടാക്ട് ചെയ്ത് മെസ്സേജ് കാണുന്നത് ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം ആദ്യം ഓൺലൈൻ ബിസിനസ് നടത്തുന്നവരെല്ലാം കറക്റ്റ് പക്കയായിരിക്കും. ആദ്യത്തെ കുറച്ച് ഒരു 3-4 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം. അത് കഴിയുമ്പോൾ അവർക്ക് പിന്നെ ഭയങ്കര, കാരണം കൂടുതൽ ഓർഡർ വരുന്നത് കൊണ്ടായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അവർക്കെന്തോ ഈ ഒരു ടോപ്പൊക്കെ ഓർഡർ ചെയ്യുമ്പം വലിയ ഡിമാൻഡ് കാണത്തില്ല. കാരണം ഒന്നല്ലേന്ന് എഴുതിയിട്ടായിരിക്കും. അങ്ങനെ എന്തായാലും നമ്മളവരെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു എമൗണ്ട് ഇത് അടച്ച്, കാരണം അന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ 2 ദിവസത്തിനകത്ത് വെച്ച് വരും എന്നാണ് പറഞ്ഞൊക്കെയാണ് അവർ ഇത് ഇട്ടേക്കുന്നത്, അവരുടെ ഓൺലൈനിൽ ഇട്ടേക്കുന്നത്. ഇതാണ് അതിൻ്റെ ഷോപ്പിൻ്റെ അവരുടെ ഇതിൻ്റെ പേരെന്ന് തോന്നുന്നു. അല്ല, അതാണ്ട ഇതാണ് അവരുടെ ഒരു ഓൺലൈൻ ബിസിനസ് നടത്തുന്ന ഷോപ്പിൻ്റെ ഇവരുടെ ആ പ്രോഡക്റ്റ് നടത്തുന്ന കമ്പനിയുടെ പേരായിരിക്കാം, അല്ലെ അവരുടെ സ്ഥാപനത്തിൻ്റെ പേര് എന്തോ ആയിക്കോട്ടെ. ഞാനിപ്പോൾ ഒരു സ്ഥാപനം നടത്തുകയെന്ന് ഓൺലൈൻ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാ മാസവും മന്ത്ലി വരുന്ന ഓർഡർ നമ്മൾ എന്തായാലും ഒന്നെങ്കിൽ നമ്മുടെ ഫോണിനകത്തോ ടാബിനകത്തോ അല്ലെങ്കിൽ നമ്മൾ ഒരു ബുക്കിനകത്തോ എഴുതി വയ്ക്കും, ഇത്രാം തീയതി ഇത്ര മാസം ഇത്ര പീസ് നമുക്ക് ഓർഡർ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യും, എന്താണ് ഈ സാധനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഷോർട്ടേജ് വരും. കൂടുതലാണെങ്കിലും വരും, കുറവാണെങ്കിലും വരും. കൂടുതലാണെങ്കിൽ ആ പീസ് കൂടുതൽ കാണിക്കും, കുറവാണെങ്കിൽ കുറവാണെങ്കിൽ. അപ്പോൾ നമ്മൾ എഴുതി വെച്ച് ഓർഡർ വന്നാൽ ഇത് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഒരാളിന് കൊടുത്തിട്ടില്ല എന്ന് അവർക്കറിയാൻ പറ്റും. നമ്മളെക്കാളും കൂടുതൽ അവർക്കറിയാൻ പറ്റും. പക്ഷേ അങ്ങനെ മെനഞ്ഞാന്ന് ഞങ്ങളിങ്ങനെ ആ ഒരു ഡീറ്റെയിൽ ഞങ്ങളുടെ ആ ഗൂഗിൾ പേയുടെ ഇത് കണ്ടതുകൊണ്ടും നമുക്കവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ടും നമുക്ക് ഈ സാധനം കയ്യിൽ കിട്ടി. അപ്പോൾ നമ്മളവരെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞു. എന്ന് കിട്ടുമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ നമ്മൾ മെനഞ്ഞാന്ന് പറഞ്ഞു. ഇന്നലെ ഈ സംഭവം 5 മണിയായപ്പോൾ നമുക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് കോൾ വന്നു. അശ്രദ്ധയാണ് നമുക്ക് ഈ സാധനം കിട്ടാൻ താമസിച്ചത്. കാരണം നമ്മൾ മെനഞ്ഞാന്ന് കോൺടാക്ട് ചെയ്തു. ഇന്നലെ ഈ സാധനം ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അവർ അന്നേ അയക്കാമായിരുന്നു. ഇതെല്ലാം പോട്ടെ, അവർ നല്ല ക്വാളിറ്റി ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് ഞാൻ സാധനം ഞാൻ അന്നേരം കൈ കിട്ടിയപ്പോൾ നോക്കി, എന്തെങ്കിലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളില്ല ഇവിടെ കോട്ടൻ്റെ പശ മുക്കി വരുന്ന കോട്ടൺ ഉണ്ടല്ലോ, ആ കോട്ടനാണ്. കാരണം അത്യാവശ്യം ഞാനൊരു 8 വർഷം ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തതാണ്. അതായത് നമ്പർ 1 കൊല്ലത്തെ നമ്പർ 1 ഷോപ്പിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അത്യാവശ്യം പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ എനിക്ക് നല്ലപോലെ അറിയാം. തുണിയെക്കുറിച്ച്, ക്വാളിറ്റിയെ കുറിച്ചും ഏത് മെറ്റീരിയലാണ് എന്നുമൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തുണി പിടിച്ച് നോക്കുമ്പോൾ 445 രൂപയ്ക്ക് ഒന്നുമില്ലെങ്കിലും പോട്ടെ നമ്മൾ കരുതി. കാരണം ഓൺലൈൻ ബിസിനസ് അല്ലേ, അവരുടെ ലാഭം നോക്കും. ലൈനിങ് എനിക്കൊന്ന് ഈ ഫ്രണ്ടിലത്തെ തുണിയെക്കാട്ടിയും കൊള്ളാം ലൈനിങ്ങിൻ്റെ തുണി, പിന്നും കൊള്ളാം. ഇതെല്ലാം പോട്ടെ, ഇത്രയും ദിവസം നമ്മൾ ഇത്രയും നീണ്ട കുറേ ദിവസങ്ങൾ എടുത്തതിന് ശേഷം ഇത് മേടിക്കാനായിട്ട് പോയി. ഞാൻ ഇത് വന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് മേടിക്കാൻ പോയത് നിലമേൽ DTDCയിലാണ്. അവിടെ ചെന്ന് ഷോപ്പ് നമ്മൾ ഇന്നലെ ഒരു വിളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ് രാവിലെ വരുന്നത്. സാധാരണ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ രാവിലെ വരുമെന്ന് പറയുമ്പോൾ മേഡം നിങ്ങൾ 10 മണി കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് നമ്മൾ അങ്ങോട്ട് പറയും. ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യണം. ഞാൻ ഇപ്പം ഒരു കസ്റ്റമറിനെ വിളിച്ചിട്ട് അവർ പറയുന്ന ഞാൻ നാളെ വന്ന് മേടിച്ചോളാം, നാളെ രാവിലെ വന്ന് മേഡം നാളെ രാവിലെ നമുക്ക് 10 മണിക്കാണ് ഓപ്പൺ എന്ന് നമ്മൾ പറയും, ഓഫീസ് ടൈം പറയും. ഇവരൊന്നും പറഞ്ഞില്ല. ഞാനിവിടുന്ന് 9:20 ആയപ്പോൾ മോളെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് 9:37 ആയപ്പോൾ ഞാൻ അവിടെ ചെന്നു. നമ്മൾ ഇപ്പം ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുടെ ഓഫീസ് ഫോണായാലും ഏത് ഫോണായാലും മെയിനായിട്ട് അവിടെ ഇരിക്കുന്ന ആരാന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ആ ഫോൺ കാണും. ഇല്ലേ? കാണും. ഒരു 10 കോളല്ല ഞാനും വിളിച്ച്, എൻ്റെ ഹസ്ബൻഡും വിളിച്ചു. ഞാനൊരു 10 കോള് കൂടുതൽ വിളിച്ചു, എടുത്തില്ല. ഞാൻ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറേ കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ലേഡി എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു. ഇതിനകത്ത് കോള് കിടന്നല്ലേ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊരു മര്യാദ വേണ്ടേ? നമ്മൾ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു സാധനം മേടിക്കാൻ ചെന്നത്. അപ്പോൾ പറഞ്ഞ് അവരവിടെ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഷട്ടർ ഇട്ടിട്ട് ഓപ്പൺ ആയിരുന്നല്ലോ. അപ്പോൾ അടുത്ത അവരുടെ റീസൺ പറയുക, അത് പയ്യൻ ഇവിടെ വന്ന് തുറന്നിട്ടിട്ട് ചായ എങ്ങാണ്ട് കുടിക്കാൻ പോയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ജോലിയോട് നമ്മൾ മേടിക്കുന്ന ശമ്പളത്തിനോട് അല്പം ആത്മാർത്ഥത കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം എല്ലാവരും കഷ്ടപ്പെട്ടെല്ലാം തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ആ ഒരു സ്ഥാപനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളൊന്നെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഒരു ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതിയെങ്കിലും വെച്ച് ഒട്ടിച്ചിട്ട് പോവുക. ഇപ്പോൾ ഇവിടെ ആളില്ല, പുറത്ത് പോയിട്ട്. അല്ലെങ്കിൽ മര്യാദ എന്ന് പറയുന്നൊരു സംഭവമില്ല. അറ്റ്ലീസ്റ്റ് കോൾ എടുക്കാനുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കുക. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അപാകതകൾ പറ്റാതിരിക്കട്ടെ.
കൊറിയർ ഓഫീസിലും ഈ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് തന്ന വ്യക്തിക്കും. കാരണം നമ്മളൊരു സാധനം നമ്മൾ പ്രോഡക്റ്റ് ഓർഡർ എടുക്കുമ്പോൾ ആ ഓർഡറിൻ്റെ ഡീറ്റെയിൽ നമ്മൾ എല്ലാ മന്ത്ലിയിലും, പ്രത്യേകിച്ച് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർ മന്ത്ലിയിൽ അവരുടെ സ്റ്റോക്കിൻ്റെ ക്ലിയറൻസ് എടുത്തിരിക്കും എന്നുള്ളതാണ് നിയമം. കാരണം എല്ലാ ഷോപ്പുകളിലായാലും വീടുകളിലായാലും നമ്മൾ എടുക്കുന്ന പീസിൻ്റെ എണ്ണം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ഭാഗത്ത് ഏറ്റവും വലിയൊരു വീഴ്ചയാണ് 1 മന്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിന് വേണ്ടിയിട്ട്. ആ ടോപ്പിന് ഞങ്ങൾ 1 മന്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ഈ സാധനം കിട്ടിയത്. കാശ് നിങ്ങളുടെ കൈവശം ആകുകയും ചെയ്തു. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.